ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൺഡേയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കുറച്ചധികമുണ്ട്. കൂടുതൽ റെസിപ്പീസും രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസും എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇന്നലെ രാത്രിയിൽ തൈര് ഇത് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, വളരെ ഈസി ആയിട്ട് എനിക്കിവിടെ തൈര് ഉണ്ടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ നല്ല തണുപ്പാണല്ലോ, അപ്പോൾ ഉറയൊഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തൈരൊന്നുമായി കിട്ടത്തില്ല. അപ്പോൾ ഞാനൊരു ട്രിക്ക് യൂസ് ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ പാല് ബോയിൽ ചെയ്തതിന് ശേഷം അത് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് അത്യാവശ്യം ചെറു ചൂടോടുകൂടി തന്നെ ഞാൻ ഇതുപോലെ ഉറയൊഴിച്ചിട്ട് ഈ ഒരു പാത്രം കാസറോളിനകത്ത് ഇറക്കി വെച്ചു. എന്നിട്ട് അടച്ച് വെച്ചു. ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ കട്ട തൈരായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു, പിന്നെ രാവിലെ വെളിയിലെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തണുപ്പ് സമയത്ത് നമുക്ക് തൈരുണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായിട്ടോ. അപ്പം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പം ഉള്ള ഒരു അപ്പം, ഇത് 2 കപ്പ് റവയും 1 കപ്പ് കുതിർത്ത അവലും കൂടെ എടുത്ത് ഒന്നുകൂടെ ഞാൻ ഇതുപോലെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തൊന്ന് വെച്ചുട്ടോ. ഈ ഒരു റെസിപ്പി നമ്മുടെ ഈസി കുക്കിങ്ങിലെ ഇത്ത ഉണ്ടല്ലോ, ആ ഇത്ത വീഡിയോയിൽ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിരുന്നായിരുന്നു. അപ്പോൾ അന്ന് തന്നെ ഞാൻ വിചാരിച്ചു വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണല്ലോ, എങ്കിൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്തേക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ റവയും അവലും കൂടെ കൂടി ഇതുപോലെ ആവശ്യത്തിനൊന്ന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് നേരത്തേനും ഒന്ന് കുതിരാനായിട്ട് വെച്ചിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ വീഡിയോസിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുന്ന വീഡിയോസ്, റെസിപ്പീസ്, കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുന്ന റെസിപ്പീസ്, എന്നാൽ കഴിയുന്ന രീതിയിലുള്ള റെസിപ്പീസ് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനതൊരു മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് അതിനകത്തോട്ട് 1 കപ്പ് തേങ്ങയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിതിപ്പം അരച്ചെടുക്കുന്നത്. കാരണം ഇത്ത ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് 1 മണിക്കൂറോളം നമ്മളിത് അരച്ചതിന് ശേഷം മാറ്റി വെക്കാനാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് 1 മണിക്കൂറിനോളം വെക്കാനുള്ള സമയമില്ലായിരുന്നു. ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും 2 ബാച്ചായിട്ട് ഞാനിവിടെ അരച്ചെടുത്ത് ഈ ഒരു ബൗളിനകത്തോട്ട് തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സ്വല്പം കൂടെ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ആവട്ടെ എന്ന് കരുതി, കാരണം സൺഡേ ആണ്, അധികം സമയം വെക്കാനായിട്ടില്ല. പിന്നെ ഇവിടെ തണുപ്പ് കൂടുതലുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സോഫ്റ്റായിട്ട് അപ്പം കിട്ടി. പക്ഷേ ഇത്താഴ വീഡിയോയിൽ കാണിച്ച പോലെ ഇങ്ങനെ ഹോൾസ് നന്നായിട്ട് വന്നില്ല കേട്ടോ. അതിന് കാരണം ഇവിടെ ഈ ഒരു തണുപ്പാണല്ലോ മെയിനായിട്ട്. പിന്നെ ഞാൻ അരമണിക്കൂർ മാത്രമേ വെച്ചിരുന്നുള്ളൂ. 1 മണിക്കൂർ കൂടുതലൊക്കെ വെച്ചിരുന്നാൽ നന്നായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ എനിക്ക് അപ്പം കിട്ടുകയും ചെയ്തു. എന്തായാലും ഞാൻ ഇതുപോലെ ഒന്ന് മൂടി കുറച്ച് നേരത്തേന് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മുട്ടക്കറിയാണ് ഞാൻ ഇതിനൊരു കോമ്പിനേഷനായിട്ട് ചെയ്യുന്നത്. അപ്പം മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് വേണ്ട കിഴങ്ങും അതുപോലെ ഉള്ളി, മുളക്, ഇതൊക്കെ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അപ്പോൾ ഇതിനകത്തോട്ട് സിമ്പിളായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തായിട്ട് വെക്കുന്നത്. വളരെ ധൃതി വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ സവോള ഇതുപോലെ പെട്ടെന്ന് അങ്ങ് തെന്നിപ്പോയിട്ടോ. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന സവോളയാണിത്. അപ്പോൾ ഇതിനകത്ത് ഇതുപോലൊരു ഫൈനായിട്ടിരിക്കുന്ന ഒരു തൊലിയുണ്ട്. ഈ ഒരു തൊലി നമ്മളെ പെട്ടെന്ന് സ്ലിപ്പറി ആക്കും കേട്ടോ. അപ്പോൾ ഇത് പുതിയതായിട്ട് വരുന്ന സവോളയ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ശ്രദ്ധിച്ച് അത് അരിഞ്ഞെടുത്തു. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തൊന്ന് വേവിച്ചെടുക്കുകയായിട്ട് ചെയ്യുന്നത്. മുട്ട അപ്പുറം വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇപ്പുറത്ത് ഈ പാത്രത്തിനകത്തിരിക്കുന്നത് മോരുകറി വെക്കാനായിട്ട് ഞാൻ അരച്ച് വെച്ച കേട്ടോ. അപ്പോൾ അതും ഞാൻ നേരത്തെ അരച്ച് വെച്ചു. പിന്നെ ആ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് തന്നെയാണ് ഞാനിനിയിപ്പം മുട്ടക്കറി വെക്കാനും കുറച്ച് തേങ്ങ അരച്ചെടുക്കുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുന്നേ ഉള്ളൂ. വേറെ പച്ചമുളകോ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല, കാരണം ഓൾറെഡി പച്ചമുളക് നമ്മൾ അതിനകത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ റെഡിയാക്കി വെച്ചു. ഞാൻ വേഗത്തിൽ എല്ലാം അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ അരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ മിക്സിയുടെ ജാറിനകത്തോട്ട് മിക്സിക്കകത്തോട്ട് കുറച്ച് വെള്ളം പോയി. അതിൻ്റെ ഇത് ഞാൻ പിന്നെ ഒന്ന് വൈപ്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സൺഡേ നമുക്ക് എന്തായാലും രാവിലെ തിരക്കുണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പണി ചെയ്യണം. ഇന്നിനിപ്പോൾ ഞങ്ങൾ സൺഡേയിലെ പ്രെയറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നമ്മുടെ മെയിൻ സ്കൂളിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൈര് ഇതുപോലെ എനിക്ക് ഇന്നലെ ഇച്ചാന് സുധയുടെ തൈര് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു സ്പൂൺ എടുത്തിട്ടാണ് ഞാൻ ഉറയൊഴിച്ച് വെച്ചത്.
വെച്ചത്. അപ്പോൾ ഇതെന്തായാലും ഇന്നിപ്പോൾ എടുത്ത് കാച്ചിയേക്കാമെന്ന് വെച്ചു. പിന്നെ ഉറയൊഴിച്ച ഫ്രഷ് ആയിട്ടുള്ള തൈര് അടുത്ത ദിവസങ്ങൾ എന്തിനേലൊക്കെ ഉപയോഗിക്കാമെന്ന് കരുതി അത് മാറ്റി വെച്ചു. പിന്നെ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ചോറും രാവിലെ തന്നെ വെക്കുക കേട്ടോ. കാരണം നമുക്ക് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. അപ്പം എല്ലാം ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ ടെൻഷനൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചോറും അടുപ്പയിലിട്ടു. ഇനിയിപ്പം കറിയുടെ കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പം ചൂടാന്ന് കരുതി. ശരിക്കും പറഞ്ഞാൽ അപ്പം ചൂടാനായിട്ട് ഞാൻ എടുത്തപ്പോൾ തന്നെ എൻ്റെ മൊബൈലിൽ ഫുള്ള് ചാർജ് ഇറങ്ങിപ്പോയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് പാലപ്പം ആണ് ഞാൻ ചുട്ടെടുത്തത്. അപ്പോൾ അതേ രീതിയിൽ എനിക്ക് വീഡിയോ കാണിക്കാനായിട്ട് പറ്റിയില്ല. പക്ഷേ ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന അപ്പം എനിക്ക് കിട്ടി. പിന്നെ തേങ്ങ അരച്ച് വെച്ച അടിപൊളി മുട്ടക്കറിയുമായിരുന്നു ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചർച്ചിലൊക്കെ പോയി തിരിച്ച് വന്നതിന് ശേഷം ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു 2:30 കഴിഞ്ഞപ്പോഴാട്ടോ നമ്മൾ ഇറങ്ങിയത്. അപ്പം ഇന്ന് കുറേ ദിവസമായിട്ട് നമ്മളിങ്ങനെ പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഈ ഒരു ഡ്യൂട്ടിയും കാര്യങ്ങളും എന്നും റെഗുലറായിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എങ്ങും പോകാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. ഇടയ്ക്ക് അവധി കിട്ടിയ സമയത്താണെങ്കിലും എല്ലാവരും ബിസിയായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇതാട്ടോ നമ്മുടെ മെയിൻ സ്കൂള്. അവിടെ ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറേ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും പൂർത്തിയായിട്ടില്ല. പിന്നെ ഇവിടെ 2 പേർഷ്യൻ കാറ്റുകളുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട് അതുങ്ങളെ കാണാനായിട്ട്. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോയിൽ ഞാനിത് ഷെയർ ചെയ്തിരുന്നു. അന്ന് ഇതുങ്ങൾ തീരെ കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വലുതായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഇവിടെ താമസിച്ചിട്ട് നാളെ രാവിലെ പോകാമെന്ന് കേട്ടോ കരുതുന്നത്. ക്ലാസ്സൊക്കെ ഉണ്ട് നാളെ. പക്ഷേ നമ്മൾ വെളുപ്പിനെ ഏർലി മോർണിംഗിൽ ഇവിടുന്ന് തിരിക്കാമെന്ന് കരുതി. കാരണം കുറേ ദിവസമായി നമ്മളിതുപോലെ എല്ലാവരും ഒന്ന് ഒത്തുകൂടുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കുറച്ച് സമയം മാത്രം അപ്പം അങ്ങനെ സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി. പിന്നെ ഇതാണ് സ്കൂളിൻ്റെ മൊത്തത്തിലുള്ള വ്യൂവ്. ഇവിടെ തന്നെയായിട്ടോ ഈ സാറും ഫാമിലിയും ഒക്കെ താമസിക്കുന്നത്. പിന്നെ കുറച്ച് സ്റ്റാഫുകളുണ്ട്. പിന്നെ ഇപ്പോൾ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഇനിയിപ്പം നാട്ടിൽ നിന്നൊക്കെ സ്റ്റാഫുകൾ അടുത്ത ദിവസങ്ങളിൽ അവർ കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ അത് ഏറ്റവും ടോപ്പിൽ കയറിയിട്ട് എനിക്ക് ഭയങ്കര പേടിയായിട്ട് ഈ ടോപ്പിൽ നിന്നിട്ട് താഴോട്ട് നോക്കാനായിട്ട്. അപ്പോൾ എനിക്ക് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ പുതിയതായിട്ട് കൺസ്ട്രക്ഷൻ നടക്കുന്ന ബിൽഡിങ്ങിൽ നിന്ന് അപ്പുറത്തോട്ട് നോക്കുന്ന ആ ഒരു സീനാട്ടോ. അത് പഴയത് ബിൽഡിങ്ങാണ്. അപ്പോൾ ഇതിപ്പുറ സൈഡിലൊക്കെ പുതിയത് പണിതുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും എനിക്ക് പേടിയായിട്ട് പാടില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അങ്ങനെ നോക്കുമ്പോൾ. പിന്നെ ദേ വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് കുറച്ച് ചിക്കൻ ഫ്രൈയും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യണം. അപ്പോൾ ശിവചാന അടുത്ത് വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു സന്തോഷം തരുന്ന കാര്യങ്ങളാട്ടോ. നമ്മളിന്നും ഒരേ രീതിയിൽ ഒരേ ഡ്യൂട്ടി ഒരേ രീതിയിൽ പോകുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ നമ്മളിങ്ങനെ ബോറിംഗ് ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ശിവചാനോട് പറയും, ശിവചാൻ നമുക്ക് എവിടെയെങ്കിലും പോകാം, ഒരു ചേഞ്ച് ആകട്ടെ എന്ന് കരുതി അങ്ങനെ ഞങ്ങൾ പോയതാട്ടോ. പിന്നെ ഞാനിങ്ങനെ കൊണ്ടുപോകാൻ പറയുന്ന സമയത്ത് മാക്സിമം ശിവചാൻ കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും മോനും ഇച്ചാനും മാത്രമേ ഉള്ളൂ. മറ്റ് വേറെ സ്റ്റാഫുകളൊന്നും നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ താമസിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ കിട്ടുന്ന അവസരങ്ങൾ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ഒരുപാട് പേരും അതുപോലെ വർത്താനം പറയുന്നതും എപ്പോഴും ഒച്ചയും ബഹളവും അതൊക്കെയാട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എവിടെയെങ്കിലും ബോറടിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും പോകുന്നത്. അപ്പോൾ ഇതും ശരിക്കും നമ്മുടെ ഒരു ലൈഫിൽ വളരെ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ റൂമിലോട്ട് പോകുന്നിട്ട് കിടക്കാനായിട്ട്. ഇന്ന് രാത്രി ഞങ്ങളവിടെ ഫുള്ള് അടിപൊളിയായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഒരു 1 മണി വരെയൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം ഇറങ്ങിയതിന് ശേഷം പിന്നെ ഏർലി മോർണിംഗിൽ ഞങ്ങൾ പുറപ്പെടുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.